സ്കിന്നി ഡോണറ്റ് എന്ന വിളിപ്പേരുള്ള M87 ബ്ലാക്ക് ഹോളിന്റെ ഒരു ഇംപ്രൂവ്ഡ് ഇമേജ് ശാസ്ത്രജ്ഞർ പുറത്തുവിട്ടിരിക്കുന്നു. ഈ ബ്ലാക്ക് ഹോളിന്റെ ആദ്യ ചിത്രം 2019 പുറത്തിറങ്ങിയത് ഒരു സുപ്രധാന ശാസ്ത്ര നേട്ടമായി കരുതിയിരുന്നു. എങ്കിലും അതൊരു ബ്ലർഡ് ഇമേജ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ശാസ്ത്രജ്ഞർ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഇമേജിന് ക്ലീനർ അപ്ഗ്രേഡ് നൽകുകയും അത് സ്കിന്നി ഡോണറ്റ് ഷേപ്പിലാണ് കാണപ്പെടുന്നത് എന്നും കണ്ടെത്തുകയും ചെയ്തു. ഒരു നക്ഷത്രത്തിന്റെ അന്ത്യഘട്ടത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ബ്ലാക്ക് ഹോൾ. ഭീമമായ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സ്പേസിലെ ഒരു ഏരിയ ആണിത്. ബ്ലാക്ക് ഹോളിന് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ലൈറ്റ് പോലും പുറത്തു കടക്കാൻ കഴിയില്ല. ഒരു നക്ഷത്രത്തിന്റെ അന്ത്യത്തിന് ശേഷം അതിന്റെ തന്നെ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ആ നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന മാറ്റർ അഥവാ ദ്രവ്യം സെന്ററിലേക്ക് ചുരുങ്ങുന്നു. ഇങ്ങനെ ചുരുങ്ങി ആ ഹ്യൂജ് എമൗണ്ട് ഓഫ് മാറ്റർ ഒരു ചെറിയ ഏരിയയിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ആ ഏരിയ ആണ് ബ്ലാക്ക് ഹോൾ എന്നറിയപ്പെടുന്നത്. പ്രകാശം പുറത്തു വരാത്തതിനാൽ നമുക്ക് ബ്ലാക്ക് ഹോളിനെ കാണാൻ കഴിയില്ല. അവ അദൃശ്യമാണ്. Then how do scientists know they are there? ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളെയും വാതകത്തെയും ശക്തമായ ഗുരുത്വാകർഷണം എങ്ങനെ ബാധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ കഴിയും. നക്ഷത്രങ്ങൾ ഒരു ബ്ലാക്ക് ഹോളിന് ചുറ്റും പറക്കുകയാണോ അതോ ഭ്രമണം ചെയ്യുകയാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ബ്ലാക്ക് ഹോളും നക്ഷത്രവും ക്ലോസ് ആയിരിക്കുമ്പോൾ ഹൈ എനർജി ലൈറ്റ് ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള പ്രകാശം നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഈ ഹൈ എനർജി ലൈറ്റ് കാണാൻ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് സാറ്റലൈറ്റ്സും ടെലസ്കോപ്സും ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ദ ഇവന്റ് ഹൊറിസോൺ ടെലസ്കോപ്പ് കൊളാബറേഷൻ അഥവാ EHT എന്നറിയപ്പെടുന്ന ടെലസ്കോപ്പുകളുടെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് M87 ബ്ലാക്ക് ഹോളിന്റെ ഇമേജ് ക്യാപ്ചർ ചെയ്തത്. 200-ലധികം ഗവേഷകരാണ് ഒരു ദശാബ്ദത്തിലേറെയായി ഈ പദ്ധതിയിൽ പ്രവർത്തിച്ചത്.